നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് മസായ് നാഷണൽ റിസർവിന്റെ ഉൾക്കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യമേ പറയട്ടെ, ഇത് 2 വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒരു യാത്രയുടെ വിശദീകരണമാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ മസായ് മാരയിൽ എത്തുന്നത്. അന്ന് വ്ലോഗിംഗ് എന്ന ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ രീതിയിലുള്ള വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിരുന്നതുമില്ല. എന്നിരുന്നാലും ഉള്ള കുറച്ച് വീഡിയോസ് വെച്ച് ഞങ്ങൾ കണ്ട മസായ്മാരെ കുറിച്ചും വന്യജീവി ലോകത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാം. മസായ്മാര് ഒരു ഇടതൂർന്ന വനപ്രദേശമല്ല. വിശാലമായ പുൽമേടുകൾക്കിടയിൽ അങ്ങിങ്ങായി കാണപ്പെടുന്ന കുറ്റിച്ചെടികളാണ് അവിടെ. അതിനാൽ തന്നെ മൃഗങ്ങളെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ബിഗ് 5 എന്ന് കേട്ടിട്ടുണ്ടോ? സിംഹം, പുള്ളിപ്പുലി, ആന, കാട്ടുപോത്ത്, കാണ്ടാമൃഗം എന്നിവയാണവ. ഇവയെല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല, ഏറ്റവും മികച്ച ഓട്ടക്കാരായ ചീറ്റകളെയും നമുക്ക് അവിടെ കാണാം. ഇനി ഇവയെല്ലാം പോരാഞ്ഞ് ജിറാഫ്, വൈൽഡ് ബീസ്റ്റ്, സീബ്ര, ഹൈന, ഒട്ടക് പക്ഷി, മറ്റനേകം തരത്തിലുള്ള പക്ഷികൾ എന്നിവയെല്ലാം നമുക്ക് അവിടെ കാണാം. പല തരത്തിലുള്ള മാൻവർഗങ്ങളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഇവയെല്ലാം കൂടി ചേർന്ന് ഒരു വിശാലമായ വന്യജീവി സങ്കേതം തന്നെയാണ് മസായ് മാര. മസായ് മാരയിലേക്കുള്ള ടൂറിസ്റ്റുകൾ പലരും അവിടേക്ക് വരുന്നത് ഈ വൈൽഡ് ബീസ്റ്റുകളുടെയും സീബ്രകളുടെയും മറ്റും കുടിയേറ്റം കാണാനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈഗ്രേഷനുകളിൽ ഒന്നാണത്. ടാൻസാനിയയിലെ സെറിംഗറ്റിയിൽ 80% ദിവസങ്ങളും ചെലവഴിക്കുന്ന ഇവരുടെ പ്രജനന കാലം എല്ലാം കഴിയുമ്പോഴേക്കും അവിടെ മഴ കുറയുന്നു. അപ്പോൾ അവിടെ തീറ്റയും വെള്ളവും എല്ലാം ഇല്ലാതെയാകും. അങ്ങനെ അവർ തീറ്റയും വെള്ളവും എല്ലാം അന്വേഷിച്ച് മസായിലേക്ക് ഒരു വലിയ കുടിയേറ്റം തന്നെ നടത്തുന്നു. ഇത്തരം മൈഗ്രേഷനുകൾ ലക്ഷ്യം വെച്ച് സിംഹം, പുലി, ചീറ്റ തുടങ്ങിയ പ്രെഡേറ്റേഴ്സ് എല്ലാം കാത്തിരിക്കുന്നുണ്ടാവും ഇവരെ ഭക്ഷണമാക്കാൻ. ഇത്തരം പ്രെഡേറ്റേഴ്സിൽ നിന്നും രക്ഷ നേടിയാൽ മാത്രമേ ഇവർക്ക് വരും തലമുറയെ രക്ഷിക്കാനാവൂ. വൈൽഡ് ബീസ്റ്റുകളെ കുറിച്ച് ഞാൻ കണ്ടതും മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങൾ പറയട്ടെ. ഇക്കൂട്ടർക്ക് മഴയുടെ മണം ഏകദേശം 50 കിലോമീറ്ററോളം അകലെ ഇരുന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ യാതൊരു GPS സംവിധാനവും ഇല്ലാതെ വെള്ളവും തീറ്റയുമുള്ള പ്രദേശങ്ങളിലേക്ക് അവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഇനി തന്റെ പിൻതലമുറയെ പ്രെഡേറ്റേഴ്സിൽ നിന്നും രക്ഷിക്കാനായി പല സമയങ്ങളിൽ പല ഇടങ്ങളിലൂടെയാണ് അവ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രെഡേറ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് അവയുടെ പിൻതലമുറയെ അവർക്ക് രക്ഷിക്കാനാവുന്നു. ഒരു തരത്തിലുള്ള സർവൈവൽ സ്ട്രാറ്റജി തന്നെയാണ് ഇവരുടേത്. വളരെ രസകരമായ കാര്യം തന്നെയല്ലേ?
വളരെ വലിയ കൂട്ടം തന്നെ നമുക്ക് അവിടെ കാണാം. ശരിക്കും പറയുകയാണെങ്കിൽ കുതിരകളെക്കാൾ ശക്തരാണ് ഇവർ. ഇവരെ പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ സഫാരി രാവിലെ 5:30 ആരംഭിച്ചാൽ വൈകിട്ട് 6 മണി വരെ നീളും. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കാടിനുള്ളിൽ തന്നെ. നമ്മുടെ ഗൈഡായി വരുന്ന ഡ്രൈവേഴ്സ് മസായി ട്രൈബൽ പീപ്പിൾസിൽ പെട്ടവരാണ്. നല്ല അനിമൽ മൂവ്മെന്റ് ഉള്ള സ്ഥലമായതിനാൽ തന്നെ അവർ പറയുന്ന ഇടങ്ങളിൽ മാത്രമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക. കാടിന് നടുവിൽ വെച്ച് ഭക്ഷണം കഴിക്കുക എന്നത് സൂപ്പർ അല്ലേ? ജൂലൈ മുതൽ ഒക്ടോബർ വരെയും ഡിസംബർ മുതൽ മാർച്ച് വരെയുമാണ് മസായി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ആഫ്രിക്കൻ കാടുകളിൽ വളരെ റെയർ ആയി മാത്രം കാണുന്ന ഒരു പൂച്ചവർഗമാണ് ഇത്. സെർവിക്കൽ കാറ്റ് എന്നറിയപ്പെടുന്ന ഇവയെ കണ്ടുകിട്ടുക തന്നെ പ്രയാസമാണ്. നീണ്ട കാലുകളും വലിയ ചെവിയുമാണ് ഇവയ്ക്കുള്ളത്. വളരെ ഉയരത്തിൽ ചാടി ഇഴ പിടിക്കാനുള്ള കഴിവ് ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. സെർവിക്കൽ കാറ്റിനെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഒരു സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ വാഹനങ്ങൾ കുതിച്ചു പായുന്നത് കണ്ടത്. ഞങ്ങളും അവരുടെ പിന്നാലെ വെച്ച് പിടിച്ചു. അപ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഒരു കാട്ടുപോത്തിനെ സിംഹം വേട്ടയാടുന്നു. പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. പക്ഷേ സഫാരി വണ്ടികളുടെ അതിപ്രസരവും സൗണ്ടും കൊണ്ടാണോ എന്തോ പിന്നീട് അത് ഇരയെ വിട്ട് കുറച്ച് മാറിയിരിക്കുന്നതാണ് കണ്ടത്.
ഹിപ്പോകളെ അടുത്തറിയാനുള്ള അവസരം മസായിലുണ്ട്. പക്ഷെ വളരെ അപകടകാരികളാണിവർ. ഓരോ വർഷവും 500-ലധികം ആൾക്കാരാണ് ഹിപ്പോയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിനടിയിൽ വെച്ചും പാൽ കുടിക്കാനുള്ള കഴിവുണ്ട്. ഒന്നറിയാമോ? ഇവരുടെ പാലിന് പിങ്ക് നിറമാണുള്ളത്. ഇവയുടെ പാലിന് മാത്രമല്ല, ഇവയുടെ വിയർപ്പിനും പിങ്ക് നിറമാണുള്ളത്. ഈ വിയർപ്പ് കാരണമാണ് അവയ്ക്ക് ഇത്രയും വൃത്തികെട്ട വെള്ളത്തിൽ കിടന്നാലും ഒരു രോഗാണുബാധയും ഉണ്ടാകാതിരിക്കുന്നത്. മാത്രവുമല്ല, ഇതൊരു സൺസ്ക്രീൻ ആയിട്ടും ഇവയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പീപ്പിൾസിന്റെ ചാട്ടനൃത്തം, അവരുടെ കുടിലുകൾ, അവരുടെ ജീവിത രീതി എന്നിവയെല്ലാം നമുക്ക് അടുത്തറിയാനുള്ള ഒരു അവസരമാണിത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മസായി പീപ്പിൾസ് നല്ല കലാകാരന്മാരാണ് കേട്ടോ. വളരെ മനോഹരമായ കൊത്തുപണികൾ ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. മസായി സ്ത്രീകളാണെങ്കിൽ പല വർണ്ണത്തിലുള്ള മുത്തുകൾ കൊണ്ട് മാലകൾ, അരപ്പട്ടകൾ, കൈച്ചെയിനുകൾ തുടങ്ങി പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ മിടുക്കികളാണ് കേട്ടോ. ഇത് വാങ്ങാനായി അവർ വളരെ വലിയ വില തന്നെ പറയും. പക്ഷേ വില പേശി ഞാനും ഒരെണ്ണം സ്വന്തമാക്കി. മസായി ലേഡീസ് ഉണ്ടാക്കുന്ന മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ വളരെ മനോഹരമാണ്. അവർ മുത്തുകൾ കൊണ്ട് ആഭരണങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള വാനിറ്റി ബാഗുകൾ, തൊപ്പികൾ തുടങ്ങിയവയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇവയെല്ലാം കണ്ട് മനസ്സിലാക്കി പോരാനുള്ള ഒരു അവസരമാണ് ഈ ട്രൈബൽ വിസിറ്റ്. കണ്ട് മനസ്സിലാക്കി പോരുക മാത്രമല്ല, അവിടെ നിന്ന് അതെല്ലാം നമുക്ക് വാങ്ങുകയും ചെയ്യാം കേട്ടോ. മസായി പീപ്പിൾസ് നല്ല കലാകാരന്മാരാണ്. അത് നമുക്ക് അവിടെ വിൽക്കാനായി വെച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. മസായി പീപ്പിൾസിന്റെ രൂപങ്ങൾ ആന, കാണ്ടാമൃഗം, ജിറാഫ്, കാട്ടുപോത്ത് എന്ന് വേണ്ട മസായി കാടുകളിൽ കാണപ്പെടുന്ന മൃഗങ്ങളുടെ എല്ലാ രൂപങ്ങളും അവിടെ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. കരകൗശല വസ്തുക്കൾ കൂടാതെ അവരുടെ സ്പെഷ്യാലിറ്റി ആയ ആ കത്തിയും അവിടെ കാണാം. വളരെ മനോഹരമായി തന്നെ ഇവർ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ അറിയാവുന്ന ഇംഗ്ലീഷിലെല്ലാം പറഞ്ഞ് നമുക്ക് അവിടെ വില പേശാവുന്നതാണ്. ഇത്തരത്തിൽ വില പേശിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റേറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കൂ. ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്കുള്ള ചെറിയ സംഭാവനകളായിരിക്കും. പിന്നെ ഇവിടുത്തെ പണമിടപാടുകളെല്ലാം ഡോളറിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പണം ഡോളറായി നമ്മുടെ കയ്യിൽ കരുതണം. മാത്രമല്ല, തിരിച്ചു പോരുമ്പോൾ നമ്മൾ ചെറിയൊരു സംഭാവന ഇവർക്ക് കൊടുക്കേണ്ടതായുണ്ട്. മസായിമാരയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇന്ത്യ പോലെ ഇടതൂർന്ന കാടുകൾ അല്ലാത്തതിനാൽ തന്നെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പലതരം മൃഗങ്ങളുടെ കൂട്ടങ്ങൾ ഇന്ത്യയിലേതുപോലെ ഇടതൂർന്ന കാടുകൾ അല്ലാത്തതിനാൽ തന്നെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം പലതരത്തിലുള്ള മൃഗങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ കാടുകളിൽ പലപ്പോഴും ഒരു അലാം കോൾ കേട്ട് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടതായ അവസ്ഥകൾ വരാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നേരിട്ട് എല്ലാം നമുക്ക് ദൃശ്യമാകും.
നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പക്ഷികൾ, അതും വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും നോക്കി നിന്നു പോകുന്നവ. ഇതാണ് ഇവിടുത്തെ ബലൂൺ സഫാരി. കാട്ടിൻ മുകളിലൂടെ ബലൂണിൽ ഒരു യാത്ര. ആകാശത്തിലൂടെ ഒഴുകി നടന്ന് മൃഗങ്ങളെ ദർശിക്കുന്നത് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഇവിടെ ഒരുപാട് സിംഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗൈഡായി വരുന്ന മസായി നമുക്ക് സിംഹങ്ങളെ കുറിച്ച് കുറേ ഇൻഫർമേഷൻസ് എല്ലാം തന്നു. ഇത്തരത്തിലുള്ള സിംഹക്കൂട്ടങ്ങളെ നമ്മൾ പ്രൈഡ് എന്നാണ് പറയുന്നത്. ഇവയെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളും ഇടപ്രായക്കാരും പ്രായമുള്ളവരും ഒക്കെയായി ഒരു ഘോഷയാത്രയെ തന്നെ നമുക്ക് ദൃശ്യമാക്കാം. സഫാരിയുടെ ഭാഗമായിട്ടുള്ള വില്ലേജ് വിസിറ്റ് വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. മസായി ഗോത്രത്തിൽപ്പെട്ട ആണുങ്ങൾക്ക് നിന്ന നിൽപ്പിൽ 6 അടിക്ക് മുകളിൽ ഉയരം ചാടാനുള്ള കഴിവുണ്ട്. കന്നുകാലികളാണ് ഇവരുടെ സമ്പത്ത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കന്നുകാലികളുടെ ആവശ്യങ്ങൾക്കായി അവർ നാടോടികളായി പലയിടത്തും ചുറ്റിക്കറങ്ങാറുണ്ട്. പണ്ട് മസായി ആണുങ്ങൾ സിംഹങ്ങളെ എല്ലാം വേട്ടയാടിയിരുന്നു. ഞാൻ ഒന്നുകൂടി പറയാം, ഇതൊരു കാടാണ്. 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളെ പോലുള്ള പ്രകൃതി സ്നേഹികൾ കാടിനെ അറിയാനായി പോകുമ്പോൾ തീർച്ചയായും ഈ ചെറിയ ചെറിയ അസൗകര്യങ്ങൾ വകവെക്കാറില്ലല്ലോ അല്ലേ? മസായിമാരെ കാഴ്ചകൾ അതിരില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞവസാനിപ്പിക്കുക പ്രയാസമാണ്. എങ്കിലും സമയം ഇത്രയല്ലേ ഉള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ഞങ്ങളുടേതായി വരാനുണ്ട്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂട്ടണേ.